BJP നേതാക്കൾ ഡൽഹിയിലും പിന്നാലെ ബീഹാറിലും വോട്ട് ചെയ്തത് വിവാദമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. BJP വോട്ട് തട്ടിപ്പ് നടത്തുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് സമാധാനപൂർണ്ണമായിട്ടാണ് പൂർത്തിയാക്കിയതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ധനസമൂഹ വിവരങ്ങൾ നൽകും. സുമോദ, ബീഹാറിലെ വോട്ട് തട്ടിപ്പിന്റെ പല വേർഷൻസ്, പല രീതികളിൽ വോട്ട് തട്ടിപ്പ് നടത്തിയ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. കുറേയേറെ പേരെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല, മടക്കി അയച്ചു. അതിന് പിന്നാലെ തന്നെ ഡൽഹിയിലും ബീഹാറിലും BJP നേതാക്കൾ വോട്ട് ചെയ്തു. ഇതൊക്കെ വലിയ ആയുധമാക്കാൻ, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ? കോൺഗ്രസും RJDയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രധാനമായും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ തൊഴിലില്ലായ്മ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ ബീഹാറിലെത്തിയിട്ട് പല സ്ഥലങ്ങളിലേക്കും നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ പ്രധാനമായും കാണുന്ന ഒരു ബോർഡാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്ലൈ ബീഹാർ കോൺസ്റ്റബിൾ ആൻഡ് സബ് ഇൻസ്പെക്ടർ. അപ്പോൾ ഇതുപോലെ ഈ നിരവധി പരസ്യങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് കാണുന്നത് പോലെ തന്നെ സാധാരണ ഈ ആശുപത്രികളുടെയൊക്കെ പരസ്യം കാണില്ലേ, അതുപോലെ തന്നെയാണ് ഈ പലപ്പോഴും റെയിൽവേയിലേക്കുള്ള ഒഴിവുകൾ, അതേപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിലേക്കുള്ള ഒഴിവുകൾ തുടങ്ങിയതിലേക്ക് നിരവധി അപ്ലൈ ചെയ്യണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു പരസ്യങ്ങൾ വ്യാപകമായി ബീഹാറിൽ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ പ്രധാനമായും ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാലും തൊഴിൽ, അതായത് ഒരു വീട്ടിലേക്ക് ഒരു സർക്കാർ ജോലി നൽകും എന്നുള്ള RJD നേതാവ് തേജസ്വി യാദവിൻ്റെ പ്രഖ്യാപനമാണ് ജനങ്ങൾ വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്നതെന്നാണ് നമ്മൾ ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ BJP നയിക്കുന്ന മുന്നണി, JDUവിൻ്റെ മുന്നണി, അവർ പറയുന്നത് ഈ സ്ത്രീകൾക്കെല്ലാം 10,000 രൂപ വെച്ച് 1 കോടിയിലധികം സ്ത്രീകൾക്ക് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മഹാരാഷ്ട്രയിലും അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലും അടക്കം ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് നയിച്ചത് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീകളുടെ വോട്ടാണ്. സ്ത്രീകൾ പ്രത്യേക വോട്ട് ബാങ്കായി മാറിയത് ഇതുവരെ ഇന്ത്യ സഖ്യം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഏറ്റവും കൂടുതൽ വലിയ ടേൺ ഔട്ടാണ് ഉണ്ടായത്. അതായത് ഏറ്റവും കൂടുതൽ വോട്ടെടുപ്പ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്ത ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നടന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ഒരു വോട്ടെടുപ്പ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതിനു മുമ്പ് 1998 മാത്രമാണ് ലോക്സഭയിൽ ഇത്രയും വലിയൊരു വോട്ടെടുപ്പ് ഉണ്ടായത്. അതിനേക്കാളും വലിയ വോട്ടെടുപ്പാണ് ജനങ്ങളാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. കാര്യം ഏതൊക്കെ സമയത്താണ് വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത് ആ സമയത്തെല്ലാം RJDക്കാണ് നേട്ടമുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ വോട്ട് തട്ടിപ്പ് നടത്തിയാൽ പോലും ഈ ജനങ്ങൾ എല്ലാം എത്തുന്നത് ഇന്ത്യ സഖ്യത്തെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യമാണ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത്.